നിങ്ങളിത് ഇന്ന് വരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്ത് തുടങ്ങിക്കോ കേട്ടോ. ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യോ അങ്ങനെയൊന്നുമല്ല, പക്ഷെ എനിക്കിപ്പം പറയാനുള്ളത് ജേർണലിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. അപ്പം എല്ലാവരും ജേർണലിങ് ചെയ്യുക. അപ്പം ഞാനൊരു വെബ്സൈറ്റിൽ നിന്ന് ഈ ഒരു ജേർണൽ വാങ്ങിച്ച് ഇത് ആകുമ്പോൾ കുറച്ചും കൂടെ കളർഫുൾ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നും. പക്ഷേ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജേർണൽ ബുക്ക് തന്നെ വാങ്ങണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ഡയറി, ഒരു 20 രൂപേൻ്റെ ബുക്ക് എടുത്താലും മതി. വേറൊന്നുമല്ല, ജേർണലിങ് എന്താണെന്ന് അറിയാത്തവർക്ക് പറയാം. ജേർണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ് എല്ലാം ഒരു ബുക്കിലോട്ട് എഴുതി വെക്കത്തില്ല, ആ ഒരു ഇതാണ്. നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, പ്ലാന്, സ്ട്രെസ്സ് എല്ലാം ഒരു ബുക്കിലോട്ട് എഴുതി വെക്കുക. അതാണ് ഞാൻ പറയുന്ന ഈ ജേർണലിംഗ് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ എന്താണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ഓവർ തിങ്കിങ് കുറയും. നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ടെൻഷൻസും എല്ലാം ഒരു ബുക്കിലോട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതിൻ്റെ ഒരളവ് കുറയും. അതേപോലെ തന്നെ നമ്മളെ സ്ട്രെസ്സ്, കൺഫ്യൂഷൻ എല്ലാം ഈ എഴുതുന്നതിൽ കൂടെ മനസ്സിലാക്കാം കുറയും. കാരണം നിങ്ങൾ വിചാരിക്കും ഒരു എഴുതുന്നതിൽ കൂടെ എങ്ങനെ നമ്മൾ സ്ട്രെസ്സ് കുറയുന്നത് വിചാരിക്കും, പക്ഷേ ഇതൊരു മാജിക്ക് പോലെ വർക്കാവുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്തൊക്കെ കാണാം. അതേപോലെ തന്നെ വേറൊരു കാര്യം ഇത് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം വളർന്നു അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി എന്നും കൂടെ. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ജേർണലിൽ എഴുതി നമ്മളെല്ലാം എഴുതണം. ആ എഴുതുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആ പേജസ് ഒന്ന് മറിച്ച് നോക്കി വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത്രയും ഇമ്പ്രൂവ് ആയോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയോ എന്ന് നമുക്ക് തന്നെ തോന്നുന്നൊരു സംഭവം കൂടെ ഉണ്ട്. ഈ ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതാണ് ഇപ്പോൾ ഒരു ജേർണലിംഗ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതണമെന്നൊന്നും അറിയാൻ വയ്യെങ്കിൽ ആദ്യം നിങ്ങളുടെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഹൗ ഐ ആം ഫീലിംഗ് ടുഡേ, വാട്ട് മേക്ക് മീ ഹാപ്പി, വൺ തിങ് ദാറ്റ് സ്ട്രെസ്ഡ് മീ ടുഡേ, ഓർ വൺ തിങ് ഐ വാണ്ട് ടു ഇംപ്രൂവ് ടുമാറോ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെ ഒന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തവർ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ ജേർണലിംഗ് ഒന്ന് നോക്കുക, എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നത് നോക്ക്. അപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് താഴെ കൊടുത്തേക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കി, ഇല്ലെങ്കിൽ നോട്ട്ബുക്ക് എടുത്താലും മതി. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.